കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് പേടിയുള്ള ആളുകളുണ്ട്. ചില ആളുകളുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റുള്ള വണ്ടികളെ മുട്ടിപ്പോകുമോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ നമ്മളെ വന്ന് ഇടിക്കുമോ എന്ന പേടിയാണ്. ഇത് കാരണം ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ആക്സിലറേറ്റർ കൂട്ടാൻ കഴിയുകയില്ല. അത്തരം ആളുകൾ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, റോഡിൽ പോകുന്ന എല്ലാ വാഹനങ്ങളും നമ്മളെ വാഹനങ്ങളെയും ശ്രദ്ധിക്കും. മറ്റുള്ള വാഹനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിങ്ങിന്റെ തുടക്കക്കാർ മറ്റുള്ള വാഹനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിങ്ങിന്റെ തുടക്കക്കാർ മറ്റുള്ള വാഹനങ്ങളെ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ടെൻഷൻ ആയി കഴിഞ്ഞാലോ പിന്നീട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിറർ നോക്കുന്ന രീതിയാണ്. പല ആളുകളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് മിറർ കൂടുതലായി നോക്കിക്കൊണ്ടേയിരിക്കും. റൈറ്റ് മിററിലേക്ക് ഇങ്ങനെ കൂടുതലായി നോക്കിക്കൊണ്ടിരുന്നാൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്കറിയാം, റൈറ്റ് മിററിൽ നമുക്ക് എപ്പോഴും ബാക്കിലുള്ള വണ്ടികളെ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ വണ്ടികളെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ടെൻഷൻ കൂടും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് എവിടെയെങ്കിലും തട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് മിറർ നോക്കാൻ മറന്നു പോകും. നേരെ മറിച്ച് നിങ്ങൾ റൈറ്റ് മിററിലേക്കുള്ള നോട്ടം കുറച്ച് ലെഫ്റ്റ് മിററിലേക്കാണ് നോക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കറിയാം, ഇന്ത്യൻ റോഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ചേർത്തു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക? ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റൈറ്റ് മിററിലേക്കുള്ള നോട്ടം കൂടുതലായിട്ട് ഉള്ളവർ അത് കുറച്ച് ലെഫ്റ്റ് മിററിലേക്ക് മാറ്റുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റുള്ള വണ്ടികളെ കണ്ടിട്ട് ഭയങ്കര പേടിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വണ്ടികളെ നോക്കി പേടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള വണ്ടികൾ അവരുടെ സൈഡ് ചേർത്ത് കറക്റ്റായിട്ട് പോയിക്കൊള്ളും. നിങ്ങൾ അവരെ നോക്കി ടെൻഷൻ ആവുന്നതിന് പകരം, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ റൈറ്റ് മിറർ നോക്കി നിങ്ങൾ ബേജാറാക്കുന്നതിന് പകരം ലെഫ്റ്റ് മിറർ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ വണ്ടി എടുത്തു നോക്കൂ. നിങ്ങളുടെ വണ്ടി നിങ്ങൾ കറക്റ്റായിട്ട് ഓടിച്ചു നോക്കൂ. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടിയിൽ ഇടിക്കുമെന്ന പേടി വേണ്ട. മറ്റുള്ള വണ്ടി അവരൊക്കെ അവരുടെ വണ്ടി കൺട്രോൾ ചെയ്യും. അവരവരുടെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് പോകും. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇനി ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് പോയിട്ടും വേറെ വണ്ടി വന്ന് ഇടിച്ചാലോ? ഇടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മിസ്റ്റേക്കാണ്, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, നിങ്ങൾക്ക് അവരോട് പരാതി പറയാം നിങ്ങളുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട്. നേരെ മറിച്ച് മറ്റുള്ള വണ്ടികളെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ലെഫ്റ്റ് സൈഡിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ആരെയും അതിനുവേണ്ടി കുറ്റം പറയാനൊന്നും കഴിയില്ല. നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും തട്ടി. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പേടിയുള്ള ആളുകൾക്ക് വലിയൊരു ഗുണം ചെയ്യും. അവരുടെ പേടി ഓട്ടോമാറ്റിക്കായിട്ട് മാറും. മറ്റുള്ള വണ്ടികളെ കണ്ട് നിങ്ങൾ പേടിക്കുകയില്ല. നിങ്ങൾ മറ്റുള്ള വണ്ടികളെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വണ്ടി നോക്കി നിൽക്കാതെ നിങ്ങളുടെ വണ്ടി കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് കൊണ്ടുപോവുക. ഈ കാര്യം ഒന്ന് തലയിൽ വെച്ച് ഇനി ഡ്രൈവ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പേടി ഓട്ടോമാറ്റിക്കലി മാറുന്നത് കാണാം. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന് ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.